എന്താ രാമേന്ദ്ര പ്രശ്നം? പ്രശ്നം പറഞ്ഞാൽ ഭയങ്കര തമാശയാ. അതായത് ഒരാളെ ഇമോഷണലി അബ്യൂസ് ചെയ്യുന്ന രീതിയിൽ സംസാരിക്കുക. അതായത് നമ്മുടെ ചാനലിലേക്ക് ഷോ നിർത്തണമെന്നാണ് താങ്കൾ ഉദ്ദേശിക്കുന്നത്? ശരിക്കും നിർത്തണം എന്നല്ല, ഒന്ന് സെൻസർ ചെയ്ത് മര്യാദക്കാക്കിയാൽ നന്നായിരിക്കും. ആരോട് ഇതിങ്ങനെ എത്ര വട്ടം പറഞ്ഞു? സെൻസറിങ് എന്താണ് ഇവിടെ മര്യാദകേട് കാണിച്ചത്? അതായത് ആൾക്കാരെ വിളിച്ചിട്ട് അവരെ ഇമോഷണലി ട്രോമറ്റൈസ് ചെയ്ത് പേടിപ്പിച്ച് അൺകംഫർട്ടബിൾ ആക്കി. ട്രോമറ്റൈസ് ചെയ്തെന്നോ? വാട്ട് ആർ യു ടോക്കിംഗ് അബൌട്ട് ഡോക്ടർ? വാട്ട് നോൺസെൻസ് യു ആർ ടോക്കിംഗ്? ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. എവറി സിംഗിൾ ഈവൻ ഇപ്പൊ അതിലെ കമന്റ്സിലൊക്കെ നമുക്ക് കാണാമല്ലോ, പലരും സ്ക്രിപ്റ്റഡ് ആണ് അല്ല എന്നൊക്കെ പറഞ്ഞു. ഈവൺ ഇഫ് ഇറ്റ് ഇസ് സ്ക്രിപ്റ്റഡ്, ടു സിറ്റ് ഇൻ ഫ്രണ്ട് ഓഫ് യു ആൻഡ് ടു ബെയർ വിത്ത് യുവർ നിങ്ങളുടെ ഒച്ചയും നിങ്ങളുടെ ഇതും ഒക്കെ ബെയർ ചെയ്യാനായിട്ട് മാത്രം പ്രോബ്ലം ആണ്, ഒരിക്കലും അല്ല. ഡോക്ടർക്ക് സൗണ്ട് പ്രശ്നമാണ്. ഡോക്ടർ ഇങ്ങനെയുള്ള പരിപാടികൾക്ക് ഇറങ്ങരുത് കേട്ടോ. ഡോക്ടർ ക്വാളിഫൈഡ് അല്ല. ആ എരണം കെട്ടനോട് ചിലക്കാണ്ടിരിക്കാൻ പറ. എന്ത് നല്ല കാര്യം പറഞ്ഞാലും അവൻ ഉടക്കുണ്ടാക്കും. പിന്നെ പ്ലാസ്റ്ററും കൂടെ മേടിച്ചോണേ. എവിടെ വായിലൊട്ടിക്കാനാ? എനിക്ക് ഇവിടെ വർത്തമാനം കെട്ടിട്ട് ചൊറിഞ്ഞോണ്ട് വരുത്. ഞാൻ പറയുന്നത് ശാരികയ്ക്ക് സൗണ്ട്, എന്റെ പ്രോഗ്രാമിൽ ഒരു ക്വസ്റ്റ് പോലും ഇന്നേ വരെ ഇറങ്ങി പോയിട്ടില്ല. കണ്ടോടാ എന്ത് മര്യാദയുള്ള സ്ത്രീ. ഇത്രയും വെരി വെൽക്കം. എന്താ ഹാപ്പിയാണ്, അവര് ഭയങ്കര ഹാപ്പിയാണ്. പ്രോഗ്രാം അടിപൊളി ഹിറ്റാണ്, റീച്ച് ആണ്. ഇറങ്ങില്ലല്ലോ, ശാരികയല്ലേ ശാരികയുടെ പ്രോഗ്രാമിൽ നിന്ന് ഇറങ്ങി പോകുള്ളൂ. ഇറങ്ങി പോകും, അതൊക്കെ തിരിച്ചു കയറും. ഞാൻ ഇറങ്ങി പോകുന്ന വിഷയമല്ലല്ലോ. ഗസ്റ്റ് ഇറങ്ങി പോയിട്ടില്ല, ഞാനല്ലേ അവരല്ലേ നമ്മൾ ഇമ്പോർട്ടന്റ് കൊടുക്കുന്നത്. കാണ്ടാമൃഗത്തെ വേണേ കണ്ടോ, അങ്ങോട്ട് നോക്കിയാ മതി, അവിടെ ഇടയ്ക്ക് വരാം. ഗിമിക്സും ഇത്രയധികം ഇമ്പൾസീവ് ആയിട്ട് സ്വന്തം പ്രോഗ്രാമിൽ നിന്ന് ഇറങ്ങി പോകുന്ന ഒരേ ഒരു ആങ്കർ ശാരിക മാത്രമാണ്. ഓപ്പോസിറ്റ് ആൾക്ക് എന്ത് ബുദ്ധിമുട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്? ധൈര്യമായിട്ട് പറയുന്നത് ഓപ്പോസിറ്റ് ആൾക്ക് ബുദ്ധിമുട്ടുണ്ടാകും. അത് ശാരികയ്ക്ക് മനസ്സിലാവുന്നില്ല. എന്റെ വേളാങ്കണ്ണി മാതാവേ, ഇവന് കുറച്ചു ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മന്ദബുദ്ധി എന്നെങ്കിലും വിളിക്കായിരുന്നു. അതും ഇല്ലാതായി. എനിക്ക് മനസ്സിലാവുന്നോ മനസ്സിലാകത്തല്ല, ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആൾക്ക്. ഡോക്ടർക്ക് ഒരു ബുദ്ധിമുട്ടാണ്, ഡോക്ടർക്ക് മനസ്സിലാവുള്ള ബോധം ഡോക്ടർക്ക് ഉണ്ടല്ലോ. അപ്പൊ ഡോക്ടർക്ക് ഇറങ്ങി പോകാം, അല്ലെങ്കിൽ ഡോക്ടർക്ക് പ്രോഗ്രാം പ്രൊഡ്യൂസർക്ക് പറയാം എനിക്കിത് വേണ്ട, ഐ ആം നോട്ട് ഇൻട്രസ്റ്റഡ് വിത്ത് ദിസ്, ഐ ആം സ്റ്റോപ്പിംഗ് ദിസ് എന്ന് പറയാം. ഒരു ഗസ്റ്റും പറഞ്ഞിട്ടില്ല. അവര് ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു. ഇയാൾ ഉരുളക്കുപ്പേരി കോളേജിൽ നിന്ന് ഡിഗ്രി എടുത്ത് വന്നിരിക്കുകയാണ്, ഒരു തർക്കക്കാരൻ. അവർ എൻജോയ് ചെയ്യായിരുന്നു എന്റെ ഷോ. ശാരികയുടെ എല്ലാ ഷോസും ഗസ്റ്റ് എല്ലാം എൻജോയ് ചെയ്യുന്നു. ആ ഗസ്റ്റിനെ ഇൻഡിവിജ്വൽ ആയിട്ട് വിളിച്ചു ചോദിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അങ്ങനെ കൃത്യമായിട്ടൊന്നും പറയാൻ പറ്റൂല. എല്ലാരും കൂടി ഒരു മിണ്ടാപ്രാണിയെ കളിയാക്കിയത്. നമ്മളെപ്പോലെ വകതിരിവുണ്ടായിരുന്നെങ്കിൽ ഇതെങ്ങനെയൊക്കെ ചെയ്യും? കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ, സമാധാനമായല്ലോ. ഇനി സ്വസ്ഥമായിട്ട് വണ്ടി ഈ റോഡിൽ പോട്ടെ.